ഗൈസ് നമുക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഒരാളിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ദാരുണമായിട്ടൊരു കമൻറ്റ് ഇട്ടിരിക്കണേ ഗൈസ്. ഇതാണ് കമൻറ്റ്. എടാ ന്യൂബെ മര്യാദയ്ക്ക് ഫസ്റ്റ് ഗൺ ചലഞ്ച് ചെയ്യടാ. ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇതുവരെ ഈ ചലഞ്ചിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നൈസായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പം ഗൈസ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്ത് അതിന് മുമ്പ് എൻ്റെ തലേൻ്റെ മുകളിൽ എന്താ നോക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വീഡിയോസ് ബൈ ഗെയിമിങ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത്, നമ്മളിന്ന് പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ഫസ്റ്റ് ഗൺ ചലഞ്ച്. ആദ്യം നമ്മൾ ഏത് ഗണ്ണാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ആ ഗണ്ണാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുത്തൻ കുതിര എടുത്ത് ഓടിയിരിക്കണേ. എൻ്റെ പാരച്യൂട്ട് കണ്ടപ്പോൾ തന്നെ എന്താ നമ്മുടെ റേഞ്ച് ഒന്ന് ആലോചിച്ചോക്കെ. അപ്പോൾ ഗൈസ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗണ്ണുണ്ടായിരുന്നു. അത് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ഗണ്ണാണ്. അത് നമ്മുടെ കളിയിൽ കൂട്ടാത്തതുകൊണ്ട് അത് ഞാൻ നൈസായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇതുവരെ നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടില്ല. നമ്മൾ ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. അവസാനം ഗൈസ് നമുക്കൊരു ഗണ്ണ് കിട്ടി, G36. ഞാൻ പിന്നെ നമ്മുടെ മലപ്പുറമൊക്കെ കയറിയില്ലാണ്ട് നമുക്ക് G36 കിട്ടിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വൺ ഡേ സീനല്ലേ, ആണ് നമുക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് ലൈക്കും സബും ചെയ്യാത്തവർ മാക്സിമം ലൈക്കും സബും ചെയ്യുക. നമ്മൾ റോഡ് ടു 250 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മളൊരു 250 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മളിതിൻ്റെ മൈൻക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ഇടാൻ തുടങ്ങും. നമ്മൾ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ, കൂടുതലും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയേഴ്സ് ആയിരിക്കും. പിന്നെ മൾട്ടിപ്ലെയർ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ് ചെയ്ത് വെച്ചിരിക്കും, നിങ്ങൾക്ക് ആവശ്യം വരും എപ്പോഴെങ്കിലും. റിംനാമിൽ പിന്നെ എനിമി ഉണ്ടോയെന്ന് വെച്ച് ഞാൻ ഇറങ്ങിയതാണ്. അവിടെയാണെങ്കിൽ ഒരു വെള്ള കുതിര ഇരിക്കുന്നുണ്ട്. അവിടെ പിന്നെ എനിമികളെ കാണാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കണേക്കാളും നല്ലത് വേറെ വല്ല സ്ഥലത്തേക്കും പോകണമെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ നേരെ ബാക്ക് വലിച്ച് ഞാൻ അവസാനം ഇവിടെ എത്തി. ഇവിടെ ആണെങ്കിലോ ഞാൻ വന്നപ്പോഴേക്കും വൈബ്രേഷൻ അടിച്ച് എനിമി ഉണ്ടെന്ന്. അപ്പോഴേക്കും എനിമിനെ കണ്ട പിന്നെ വെറുതെ വിടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഞാൻ ഗ്ലൂ ഇട്ടിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് പോയി. അപ്പോഴേക്കും അവനാണെങ്കിൽ അവിടെ മറ്റേ മോർസ് ക്യാരക്ടർ ഇട്ട് ഓൻ പെട്ടെന്ന് ഓടിപ്പോയി. അതുകൊണ്ട് ഓനെ കാണാനും പറ്റുന്നില്ല. ഓനെ കാണാൻ പറ്റൂലല്ലോ മോർസ് ക്യാരക്ടർ ഇട്ടാ. അപ്പം ഞാൻ എന്നിട്ട് ഓനെ തിരക്കി നടക്കുകയാണ് ഗൈസ്. ഇവിടെ എവിടെ അവനെ തീരെ കാണാനില്ല. പിന്നെ നോക്കുമ്പോൾ അവൻ എവിടെയോ ഉണ്ടോ എന്നൊരു സംശയം. നോക്കുമ്പോൾ വണ്ടിയിൽ ഒരുത്തൻ വരണേ. അവനെ നേരെ വന്ന് അടിച്ച് കൊല്ലാ സുഖമായിട്ട് എന്നൊക്കെ വിചാരിച്ച്. അവനാണെങ്കിൽ എന്തൊക്കെ കാട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവണമില്ല. ഗൈസ് നമ്മളങ്ങനെ ചത്തുപോയി. സങ്കടമില്ല, എന്നാലും ഒരു ചെറിയ സങ്കടം. പക്ഷെ നമ്മൾ ഓട്ടർ റിവ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ റിവ്യൂ ആയിട്ടുണ്ട്. നമ്മുടെ 21 ലൈവാണ്. നമുക്കൊരു 10ൻ്റെ അടിയിലൊരു ലൈവെങ്കിലും ആയാൽ നമ്മൾ ചലഞ്ച് സെറ്റായി. കില്ല് പക്ഷേ നമുക്ക് കില്ല് നമുക്ക് എടുക്കാം. അപ്പോഴേക്കും ഞാൻ ഇന്നെ കൊന്ന എനിമി അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ മാക്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. മാക്ടനാണ്ട് പിന്നെ പവർ കണ്ണല്ലേ വെച്ചിട്ട് ആ എനിമീനെ കൊല്ലാൻ പോയി. ആ എനിമീനെ ഞാൻ പെട്ടെന്ന് അവനെ അടിച്ചു കൊന്നേ. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് എന്തൊക്കെ വരും. അപ്പോഴേക്കും മുന്നിൽ മോർസ് ക്യാരക്ടർ. അപ്പോഴാണ് ഗൈസ് മനസ്സിലായത് നേരത്തെ എന്നെ പറ്റിച്ചു പോയ മോർസ് ക്യാരക്ടറിന്. അപ്പോഴേക്കും ഗൈസ് ഞാൻ അറിയാതെ ഓഗൊക്കെ എടുത്ത്, അതിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ ഓഗ് എടുത്ത്. പിന്നെയാണ് ഗൈസ് ആ ഓഗ് ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അടുത്ത് കളഞ്ഞ്. അപ്പോൾ ഗൈസ് അവനെ കൊല്ലാനുള്ള പരിശ്രമമായിരുന്നു. പിന്നെ എൻ്റെ മാക്ടർ ലോങ് റേഞ്ച് ഗണ്ണല്ലാത്തതുകൊണ്ടും ലോങ്ങിക്ക് മാക്ടറിനെ അടിച്ച് എന്തെങ്കിലും 3G ആവുന്നതുകൊണ്ടും ഞാൻ നേരെ ഇവിടെ സ്ഥലം വിടുകയാണ് ചെയ്തത്. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറേ എനിമീസ് മാപ്പിലൊക്കെ ഷൂട്ടിങ്ങൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പോയിട്ട് അവനെ കൊന്ന്. പിന്നെ ആ എനിമീനെ അടിക്കാൻ നിന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഈ എനിമീനെ കൊല്ലാൻ നിന്നാൽ എനിക്കെന്തായാലും പണി കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോവാന്ന്. ഗൈസ് ഇവിടെ ഞാൻ ലൂപ്പാവാൻ പോവുകയാണ്. ഞാൻ ഇവിടെ എനിമി ഉണ്ടെന്ന് വെച്ചിട്ട് വലിയ കാര്യത്തിൽ കയറി. പിന്നുണ്ടായത് പിന്നെ നമ്മളെന്തായാലും കളി ജയിക്കും എനിക്ക് ഉറപ്പാണ്. പിന്നെന്തിനാ
നമുക്കെന്തായാലും കളി കണ്ടിട്ട് തന്നെ അറിയാം. സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ സങ്കടം. കുഴപ്പമില്ല, അടുത്ത വീട്ടിൽ ഇനി ശക്തിയായിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ എന്തെങ്കിലും വരും. നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചലഞ്ച് എന്ന് വെച്ചിട്ട് 19 കിലോ എടുക്കാൻ പറയല്ലേ. അതിനൊന്നും ആയിട്ടില്ല. ഞാൻ പിന്നൊക്കെ എടുത്തോളാം. നിങ്ങളെ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ കമൻറ്റ് ചെറിയ ചെറിയ ഇട്ടിട്ട് പിന്നെ വലുതിക്ക് പോയാൽ മതി.